രക്ഷകനെ, നിന്നെ കാണുവാൻ വാഞ്ചയാൽ കാത്തിടുന്നു. എന്റെ പ്രിയന്റെ പ്രേമത്തെ ഓർക്കുമ്പോൾ എനിക്കാനന്ദം തിങ്ങുന്നു മാനസം. എൻ പ്രിയ രക്ഷകനെ, നിന്നെ കാണാൻ വാഞ്ചയാൽ കാത്തിടുന്നു. എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. 1-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വീണ്ടും നമ്മുടെ ധ്യാനത്തിന് വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നു. 1-ാം വാക്യത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 3 വാക്കുകളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇന്നലെ നാം ചിന്തിക്കുകയുണ്ടായി. 2-ാം വാക്യത്തിൽ നാം കാണുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ധ്യാനത്തിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാനും ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുവാനും ആർക്കാണോ സാധിക്കുന്നത് അവരാണ് ഭാഗ്യവാന്മാർ എന്ന് തിരുവെഴുത്ത് പറയുന്നു. വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായി നടക്കുന്നതായ ഒരു കാര്യമല്ല. ദൈവവചനം വായിക്കുമ്പോൾ ആരുടെ ഹൃദയത്തിലാണോ സന്തോഷമുണ്ടാകുന്നത് അവർക്കാണ് ധ്യാനിക്കുവാൻ സാധിക്കുക. സാധാരണയായി നാം എല്ലാവരും തിരുവെഴുത്ത് വായിക്കാറുണ്ട്. എന്നാൽ പലരിലും ഈ വായന പല അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. വരികൾക്കിടയിലൂടെ വായിക്കുക എന്നുള്ളതായ ഒരു ചൊല്ലുണ്ട്. അതായത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കി വായിക്കുന്നതിനെയാണ് വരികൾക്കിടയിലൂടെയുള്ള വായന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നാം വായിക്കുമ്പോൾ നാം വായനയിലാണെങ്കിലും നമ്മുടെ മനസ്സ് ചുറ്റുപാടുകളെ സംബന്ധിച്ച് വളരെ ബോധമുള്ളവരായിരിക്കും. നമ്മുടെ ശ്രദ്ധ നമ്മുടെ ചുറ്റുപാടുകളിലേക്കായിരിക്കാം. അതുകൊണ്ട് പൂർണ്ണമായും നാം വായിക്കുന്നത് ഗ്രഹിക്കുവാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചില്ലെന്ന് വരാം. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ വായിക്കുമ്പോൾ ചുറ്റുപാടുകളിൽ എന്ത് സംഭവിച്ചാലും അവർ അറിയുന്നില്ല. വായിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ച് ആ വായനയിൽ പൂർണ്ണമായും അവരുടെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ചുറ്റുപാടുകളിൽ എന്ത് സംഭവിച്ചാലും അവരറിയുന്നില്ല. അങ്ങനെയുള്ള ധാരാളം പേരെ എനിക്കറിയാം. വായന തുടങ്ങിയാൽ അവരുടെ ചുറ്റുപാടുകൾ എന്ത് സംഭവിച്ചാലും അവർ അറിയുന്നില്ല. വായിക്കുന്നതിൽ പൂർണ്ണമായും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വായനയാണ് നമുക്ക് ആവശ്യം. അങ്ങനെ വായിക്കുമ്പോൾ എന്താണ് വായിക്കുന്നത് എന്ന് പൂർണ്ണമായും ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരാളിന് മാത്രമേ തിരുവചനം വായിക്കുമ്പോൾ സന്തോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാളിന് മാത്രമേ തിരുവചനം വായിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടുത്ത പടിയാണ് അടുത്ത വാചകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടുത്തെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നെഴുതിയിരിക്കുന്നു. രാപ്പകൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? രാവിലും പകലിലും എന്നാണ്. അതായത് പകലും രാത്രിയും ദൈവവചനം ധ്യാനിക്കുവാനുള്ള മനസ്സൊരുക്കമുള്ള വ്യക്തിയാണ് ഭാഗ്യവാൻ എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 119-ാം സങ്കീർത്തനം 148-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നോക്കുക, തിരുവചനം ധ്യാനിക്കുവാനുള്ള ഒരു വലിയ വ്യഗ്രത ഹൃദയത്തിലുണ്ടാകുമ്പോൾ പകലും രാത്രിയുമെന്നില്ലാതെ തിരുവചനം ധ്യാനിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. അതാണ് ഭാഗ്യാവസ്ഥ എന്ന് ഈ വാക്യം നമ്മെ അറിയിക്കുന്നു. 1-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മുടെ ജീവിതത്തിൽ നാം ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതായത് ധ്യാനം അനുപേക്ഷണീയമാണ് എന്ന് കാണുവാൻ കഴിയും. ഒഴിവാക്കാൻ ഒരിക്കലും സാധിക്കാത്തതായ ഒരു അനുഭവമാണ് ധ്യാനം എന്നുള്ളത്. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നതും അതുതന്നെയാണ്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ.
അവിടെ താൻ പറയുന്നത്, കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിക്കണം. ആ ധ്യാനം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം. അതിൽ ഞാൻ സന്തോഷിക്കണം. അതാണ് തൻ്റെ ഏറ്റവും വലിയ അദമ്യമായ ആഗ്രഹം എന്ന് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. 39-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി എന്നാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ധ്യാനമെന്ന് പറയുന്നത് തന്നെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതായ അനുഭവമാണ്. നമ്മുടെ മനസ്സിങ്ങനെ പിടികിട്ടാതെ പലപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. പലയിടങ്ങളിലൂടെ, പല ദേശങ്ങളിലൂടെ, പല കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സ് ഇടതടവില്ലാതെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള മനസ്സിനെ പിടിച്ചു നിർത്തി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൽ കേന്ദ്രീകരിക്കുന്നതായ ഒരു അനുഭവമാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ഓരോ അംശവും ഒരു പ്രത്യേകമായ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു അനുഭവമാണ്. ഞാനിങ്ങനെ ഒരു ചരിത്രം വായിച്ചിട്ടുണ്ട്. അത് 200 BC നടന്നതായൊരു സംഭവമാണ്. സിറാക്യൂസും റോമും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്തിന് നേരെ വരുന്ന ശത്രുവിൻ്റെ പടക്കപ്പൽ കണ്ടുകൊണ്ട് ആർക്കിമിഡീസ് എന്ന് പറയുന്നതായ ശാസ്ത്രജ്ഞൻ ചെയ്തതായ ഒരു വസ്തുതയുണ്ട്. അദ്ദേഹം ചെയ്തത് ആയിരക്കണക്കിന് മിനുസപ്പെടുത്തിയ ലോഹപാളികൾ, അതേപോലെ തന്നെ ആയിരക്കണക്കിന് ലെൻസുകൾ, ഇതെല്ലാം പ്രത്യേകമായ ഒരു ആംഗിളിൽ ക്രമീകരിച്ചു. ഒരു കോൺകേവ് പ്രതലത്തിൽ അതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാം ഫോക്കസ് ഒരു പ്രത്യേക പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കത്തക്ക നിലയിൽ അതിനെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങനെ ഈ ആയിരക്കണക്കിന് ലോഹപാളികളുടെയും ആയിരക്കണക്കിന് ലെൻസുകളുടെയും മിനുസപ്പെടുത്തിയതായ പ്രതലം, അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഒരു പ്രത്യേകമായ പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ച് സൂര്യപ്രകാശത്തിൽ ഈ സംവിധാനത്തെ ഉറപ്പിച്ചു. ശത്രുരാജ്യത്ത് നിന്ന് വരുന്നതായ പടക്കപ്പലിന് നേരെ ഇത് ഫോക്കസ് ചെയ്തു. അങ്ങനെ ആയിരക്കണക്കിന് ലെൻസുകളിൽ നിന്ന് സൂര്യപ്രകാശം ഈ കപ്പലിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ ആ കപ്പലിന് തീ പിടിച്ചു എന്നതാണ് ചരിത്രം. നോക്കുക, ആയിരക്കണക്കിന് ലെൻസുകളുടെ സൂര്യപ്രകാശം ഒരു പ്രത്യേകമായ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്താൽ അവിടെ തീ കത്തുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. വാസ്തവത്തിൽ ഇതേ അർത്ഥത്തിലാണ് നമ്മുടെ ധ്യാനത്തിങ്കൽ തീ കത്തുന്നു എന്നുള്ള ആ ഒരു കാര്യത്തെ നാം മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നാം ദൈവവചനത്തിൻ്റെ മുൻപാകെ ഇരുന്ന് അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ അംശങ്ങളും കർത്താവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് നാം ഇറങ്ങുന്നു. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് അവിടെ മറ്റൊന്നുമില്ല. നാം കർത്താവിനെ ധ്യാനിക്കുന്നതായ സമയം, നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കുന്നതായ സമയം, നമ്മുടെ എല്ലാ കാര്യങ്ങളും നാം കർത്താവിൽ സമർപ്പിക്കുന്നതായ സമയം, അവിടെ എൻ്റെ ഹൃദയത്തിന് ചൂടുപിടിക്കുന്നു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തുന്നു. അവിടെ ഞാനും കർത്താവും മാത്രമേ ഉള്ളൂ, മറ്റാർക്കും അവിടെ പ്രവേശനമില്ല. ഇങ്ങനെ ഹൃദയത്തിന് ചൂടുപിടിച്ച് ധ്യാനത്തിങ്കൽ തീ കത്തിയത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? നമുക്കറിയാം, ഇൻസിനറേറ്റർ എന്ന് പറയുന്നതായ ഒരു ഉപകരണമുണ്ട്. വേസ്റ്റ് മെറ്റീരിയൽസിനെ കത്തിച്ച് കളയാൻ ഉപയോഗിക്കുന്നതായ ഒരു ഉപകരണമാണിത്. സാധാരണയായി വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ, ഫാക്ടറികളിൽ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കത്തിച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ഉപകരണമാണ്. അതിലേക്ക് ഈ വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം അതിലേക്ക് വരികയും അതിൻ്റെ ഫർണസിൽ, അതായത് വളരെ ഉയർന്ന താപനിലയിലുള്ള അതിൻ്റെ ചൂളയിലേക്ക് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ചെന്ന് ചേരുകയും അവിടെ അത് കത്തി ചാമ്പലായിത്തീരുന്നു. നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ചൂടുപിടിച്ച് നമ്മുടെ ധ്യാനത്തിങ്കൽ തീ കത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളും ആ തീയിൽ വെന്ത് വെണ്ണീറായി തീരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ പ്രയാസങ്ങളായിരിക്കാം, നമ്മുടെ വല്ലാത്ത ചിന്താകുലങ്ങളായിരിക്കാം, നമ്മുടെ ഭാരങ്ങളായിരിക്കാം, ഒരു പക്ഷേ നമ്മുടെ പകയോ പിണക്കമോ വിദ്വേഷമോ ഒക്കെ ആയിരിക്കാം. ഇതെല്ലാം ഈ ധ്യാനത്തിങ്കൽ ഉണ്ടാകുന്ന തീയിൽ കത്തി വെണ്ണീറായിത്തീരുന്നു. എത്രയോ അനുഗ്രഹകരമായ ഒരു കാര്യമാണിത്. നമ്മുടെ ജീവിതത്തെ റിന്യൂ ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തെ പുതുക്കത്തിലേക്ക് നയിക്കുന്ന ആത്മീയമായ അനുഭവമാണ് വാസ്തവത്തിൽ ഈ ധ്യാനം നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് രാവിലും പകലിലും ഈ വചനം ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കണം.
അങ്ങനെയുള്ള അനുഗ്രഹീതമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹകരമായ ഭാഗ്യാവസ്ഥയാകിയാൽ ഞങ്ങൾ അവിടുത്തേക്ക് നന്ദി പറയുന്നു കർത്താവേ. അതിനുള്ളതായ അവസരങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് സമ്മാനിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ കർത്താവേ, അവിടുത്തെ വചനം ധ്യാനിക്കുവാനുള്ള ഒരു വലിയ വ്യഗ്രത ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവിടുത്തെ വചനം ധ്യാനിക്കുമ്പോൾ രാവിലും പകലിലും അത് ധ്യാനിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ കർത്താവേ. അങ്ങനെ രാവിലും പകലിലും അവിടുത്തെ വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ചൂടുപിടിച്ച് ഞങ്ങളുടെ ധ്യാനത്തിങ്കൽ തീ കത്തുവാൻ, ആ തീയിൽ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളും വെന്ത് വെണ്ണീറാകുവാൻ, ഞങ്ങളുടെ ജീവിതം പുതുക്കത്തിലേക്ക് വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഞങ്ങളുടെ ചിന്താകുലങ്ങളും ഞങ്ങളുടെ വിഷമതകളും എല്ലാം ആ ധ്യാനത്തിങ്കൽ ഉളവാകുന്ന തീയിലൂടെ വെണ്ണീറായി തീരുവാൻ, അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തെ പുതുക്കത്തിലേക്ക് നയിക്കുവാൻ, ഒരു പുതിയ അനുഭവത്തിൽ, പുതിയ സന്തോഷത്തിൽ, ധൈര്യത്തിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ മനോഹരം ഇങ്ങനെ വന്നിച്ചിടാം. വെണ്മയോടും ചുവപ്പും കലർന്നുള്ള ലക്ഷങ്ങളിലുത്തമൻ, നീ മഹാസുന്ദരൻ ആഗ്രഹിക്കത്തക്കോൻ, നീ മതിയെനിക്കെന്നേക്കും നിശ്ചയം. എൻ പ്രിയ രക്ഷകനെ, നിന്നെ കാണാൻ വാഞ്ചയാൽ കാത്തിടുന്നു.